എൻ്റെ വീട്ടിൽ മുറ്റത്ത് തന്നെ ഒരു അമ്പലം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അത് നമ്മുടെ കുടുംബക്ഷേത്രമാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്നൊരു പൂജയാണ്. നേരെ വീട്ടിൽ ചെന്നിട്ട് പഴുത്ത മാമ്പഴം ഇതുപോലെ കടിച്ച് പറിച്ച് തിന്നാണ് കേട്ടോ. സീച്ചേട്ടൻ കഴിക്കത്തില്ല, കാരണം അതിൽ പുഴു ഉണ്ടെന്നും പറഞ്ഞിട്ട്. എനിക്ക് പിന്നെ പുഴു ഉണ്ടെങ്കിലും സാരമില്ല എന്നും പറഞ്ഞ് കടിച്ച് പറിച്ച് പണ്ടത്തെ പോലെ തന്നെ തിന്നും. അങ്ങനെ എല്ലാം ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ വായൊക്കെ കഴുകി നേരെ പൂജയ്ക്കൊക്കെ അറ്റൻഡ് ചെയ്തു. ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന പറയുന്ന പോലെയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് തന്നെ പെൺപിള്ളേരുണ്ടെങ്കിൽ ഇതുപോലെ മുടിയൊക്കെ ഇങ്ങോട്ട് ചീവി തരും കേട്ടോ. പിന്നെ ഞങ്ങൾ കുക്കിങ്ങിന് വേണ്ടിയിട്ട് കയറി. അപ്പച്ചിയുടെ മോളും ഒരു മോളും കുറെ പേരപ്പച്ചിയും മോളും ഒരു പേരപ്പച്ചി ഒരു പേട്ട് മോനും കാന്താകണം ഓസിന് വന്നിട്ട് എന്റെ കുടുംബക്കാരെ മൊത്തം ചീത്ത വിളിച്ചിട്ട് പോകുന്ന പോക്കാണ്. ഈ ഒരു മെഴുക്ക് വരട്ടി അവൾ ഉണ്ടാക്കിയത് മാത്രമേ കണ്ടുള്ളൂ. രണ്ട് പിള്ളേരും കൂടെ അത് പെട്ടെന്ന് തിന്ന് തീർത്തു കേട്ടോ. അങ്ങനെ വൈകുന്നേരം വല്ല ഉച്ച കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും പോയി കേട്ടോ. പോയി കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര ശോകമായിരുന്നു. പക്ഷേ കൈനീട്ടമൊക്കെ കിട്ടിയിട്ടാണ് കേട്ടോ പോയത്. പിന്നെ നമുക്ക് കണി വെക്കാൻ വേണ്ടിയിട്ടുള്ള കണിക്കൊന്ന പിച്ചലായിരുന്നു. മൊത്തം മൊട്ടായിരുന്നു, എങ്കിലും ആ മൊത്തം എല്ലാം കൂടെ പിച്ചി. പിന്നെ ഏത് പൂ വഴി കണ്ടാലും അപ്പോൾ കൂടെ ആദ്യം അതിൽ നിന്ന് പറഞ്ഞാൽ പിച്ചിട്ട് എനിക്ക് ഓടിക്കൊണ്ട് തരും കേട്ടോ. എന്നിട്ട് എൻ്റെ കവിളിൽ ഇങ്ങനെ ഒന്ന് പിടിക്കും. അതെല്ലാ തവണയുള്ളതാണ്. അപ്പോൾ പിന്നെ അത്രയേ ഉള്ളൂ. ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സിൻ്റെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്തേക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ മക്കളെ. ടാറ്റാ ബൈ, സീ യു.